ഇതുമൂലം മദ്രസക്കടെ പറഞ്ഞയച്ചുകൊണ്ട് നമുക്ക് എന്താ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ടാക്കാം അല്ലേ. അപ്പോൾ അതാ രാവിലെ 7 മണിക്കാണ് മദ്രസ തുടങ്ങുക. അപ്പോൾ ഓൾ ഇവിടുന്ന് ഒരു 6:45 ഉറക്കത്തിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുക കേട്ടോ. എഴുന്നേറ്റ് ഫ്രഷായിട്ട് ഒരു 6:55 ഇറങ്ങും. അതിന് കാരണം എന്താ വെച്ചാൽ ഒളിപ്പിച്ച് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ഈ ഒരു വളവാണ്ട് തിരിഞ്ഞാൽ തന്നെ മദ്രസയാണ്, പള്ളി മദ്രസയൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര മടിയാണ് നടന്നു പോകാനും മദ്രസക്ക്. ഒന്നാമത് മദ്രസ ആ സമയം നല്ല മഴയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് മഴ ചോർന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ നമ്മൾ റോട്ടിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് മഴ ചോർന്നിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇന്ന് അപ്പോൾ ഇതാ ഉളപ്പിച്ച് കൊണ്ടാക്കണം കേട്ടോ. ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങളും ഒരുപാട് പരിപാടികളുണ്ട്. ഇന്നലെ കണ്ട് നമ്മൾ മഞ്ചേരിയിൽ നിന്നാണ് വന്നിട്ടുള്ളൂ. ഇന്ന് നീനുവിന് പോവണം. അപ്പോൾ അവളെ പറഞ്ഞേക്കാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഓളങ്ങോട്ട് മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് പണികളൊക്കെ സ്റ്റാർട്ടാക്കുക എന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ അതിക്കാണ്ട് നോക്കി കഴിഞ്ഞാൽ ഇതുമ്പോൾ പോകണത് നോക്കി നിൽക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് ഓളങ്ങോട്ട് പോട്ടെ. എന്നിട്ട് ഞാൻ വേഗം മുകളിലേക്ക് പോവുകയാണ് അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ഈ ഒരു ജനവാതിലിൻ്റെ അവിടെ നിന്ന് പുറത്ത് നോക്കിയതാ ഈ കാണുന്നൊരു സ്ഥലം മാത്രം, ഈ ഒരു അരീക്കൂട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലമുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അടുത്തെടുത്ത് വീടാണ്. ഇങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിലൊക്കെ വീട് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ അടുത്തടുത്ത് വീടാണ് കേട്ടോ. അപ്പോൾ ആ ജനാൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ചൊരു പറമ്പുണ്ട്, അവിടെ മാത്രമേ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഞാൻ ഈ മഞ്ചേരിക്ക് കൊണ്ടുപോയിക്കായിരുന്നു ഇപ്രാവശ്യം. നീനുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരെ മഞ്ചേരിക്ക് പോയതുകൊണ്ട് അലക്കാനുള്ളതൊക്കെ മഞ്ചേരി കൊണ്ടുവരുന്നത് ഞാൻ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുള്ളേന്നെ. അവിടുന്ന് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വന്ന ഉടനെ തന്നെ ഇവിടെ മുകളിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അയൺ ചെയ്തെടുക്കണം. ഇപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി ഇപ്പോൾ ഒരു 5 വൈറ്റ് ഷർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം എന്താ വെച്ചാൽ അവൾക്ക് അയൺ ചെയ്ത് കൊണ്ടുപോയാൽ 5 ദിവസം നോക്കണ്ട. അവളൊരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വേഗം എന്ത് ചെയ്യും, തുത്തുൻ്റെ അവിടെ കൊണ്ട് കൊടുക്കും. 3 ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തുത്തുൻ്റെ അവിടെ കൊണ്ടുകൊടുക്കും. അപ്പോൾ അവിടുന്ന് പിന്നെ തിരുമ്പി തേച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ അത് വാങ്ങാൻ പോയി അത് വാങ്ങിക്കൊണ്ടിരും. അങ്ങനെയാണ് ഒരു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതുവരെ ഇവിടെയുള്ള ഷർട്ടുകളൊക്കെ ഞാനിതാ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കിയിട്ടോ. മഞ്ചേരിയൊക്കെ ഒന്ന് പോയി വന്നതല്ലേ, എന്നാൽ വെയിറ്റ് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അപ്പം നോക്കിയപ്പം വലിയ കുഴപ്പമില്ല, 400 ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 89.4 ഉള്ളത്. അപ്പോൾ കുറച്ച് സമാധാനമായി ഞാൻ. കാരണം നമുക്ക് വീട്ടിൽ പോയി വന്നാൽ എപ്പോഴും കൂടാറാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവിടുന്ന് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഡയറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലൊന്നും തെറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ പീസ് മുട്ടായി അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഏതായാലും വെയിറ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലെത്തി. വെയിറ്റ് നോക്കി നേരെ കിച്ചണിക്ക് പോകുന്നു. ഫ്ലാസ്കിലേക്ക് വെള്ളം നിറച്ചു. ഇപ്പോൾ ഇത് ഇന്നലത്തെ ചിക്കൻ കറി കേട്ടോ. അത് നന്നായിട്ട് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇവിടെയാകെ ഇന്നലെ രാത്രി വന്ന ഈ എല്ലാ സംഭവങ്ങളും ഇവിടെ ഇങ്ങോട്ട് ഈ ടേബിൾ മേലാട്ടോ കൊണ്ടുപോയിടുക. എന്ത് സാധനങ്ങളും കൊണ്ട് വെക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു ടേബിള്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നീനുവിൻ്റെ ഒക്കെ പാക്ക് ചെയ്ത് വെക്കണം. ഇസ്തിരിയിട്ട് വെച്ചിട്ടുള്ളൂ, അതൊക്കെ ഒന്ന് പാക്കാക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കറണ്ട് പോവാതെ ഒക്കെ അയൺ ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമായിട്ട്. ഇന്നലെ രാത്രി മഞ്ചേരിയിൽ നിന്ന് വന്ന ആ ഒരു സമയത്ത് തന്നെ എനിക്ക് അതൊക്കെ ഒന്ന് ഇസ്തിരിയിട്ട് വെച്ചാലോ എന്നുണ്ടായിരുന്നു. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ. പിന്നെ നീനും അവിടെ പോയിട്ടൊക്കെ ഇടങ്ങാറാവണ്ടേ. പേടിയുണ്ടായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് പോവോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. എന്നാലും വലിയ രീതിയിൽ പ്രശ്നമില്ലാതെ അങ്ങോട്ട് അയൺ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവറിലേക്ക് വെക്കണം. അതിന് മുമ്പ് വേഗമൊക്കെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നൊക്കെ 11 മണിക്കാണ് ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ 9 മണിക്ക് ഇവിടുന്ന് പോകണം. 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പം വേഗം ഞാൻ ഓക്കുള്ള ഫുഡാക്കി കൊടുക്കുകയാണ്. ഇത് നമ്മൾ മഞ്ചേരിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാവ് വേഗം ഓക്കുള്ളതാണ് സെറ്റാക്കി കൊടുത്തു. ഓളെ പറഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമുണ്ട്. പിന്നെ ഇതുമൂന്നും ഉളപ്പിച്ചിക്കൊക്കെ വേറെ ഉണ്ടാക്കി കൊടുത്താലും വേണ്ടിയില്ലല്ലോ. അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കി ഞാൻ വേഗം 2 മുട്ട കുറച്ച് ബട്ടറും ചീസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയാൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കിട്ടൂലല്ലോ.
നല്ല വീട്ടിലത്തെ ഭക്ഷണം കിട്ടില്ല, ഒക്കെ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവാണ് എന്നാണ് പറഞ്ഞത്. അപ്പം വേഗം ചിക്കനൊക്കെ പൊരിച്ചതാട്ടോ, കാര്യമായിട്ട് ഒക്കെ മുട്ടയും ചീസും ബട്ടറൊക്കെ നല്ലോണം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചീസ് ഒക്കെ വലിയ താല്പര്യമില്ല, അപ്പോൾ അറിയാത്ത വിധത്തിൽ ജസ്റ്റ് മുട്ടയിലും ഇങ്ങോട്ട് ചിക്കി ചിക്കാക്കി എടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ അവൾ കഴിക്കാൻ വേണ്ടി നമുക്ക് ഡ്രസ്സ് ചെയ്യാനും മാറ്റാനൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ വാരി കൊടുത്തു. വാരി കൊടുത്താൽ പിന്നെ വേഗം വേഗം കഴിക്കും കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കാനൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ ആ ഒരു ദോശ വാരി കൊടുത്തപ്പോൾ ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞു. പിന്നെ വേഗം ഒരു ദോശയും കൂടി ഞാൻ ചുട്ട് ഓളെ വയറ്റിലാക്കിയിട്ടുണ്ട്. ഇനി ഡ്രസ്സുകളൊക്കെ നമ്മൾ അയൺ ചെയ്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് ബാഗിലേക്ക് വെക്കണം. അപ്പോൾ ബാഗിലേക്ക് ലാസ്റ്റ് ടൈമിൽ വെക്കണത് എന്താ വെച്ചാൽ ഓളെ മേക്കപ്പ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ആ ബാഗിലാണ് കേട്ടോ. അപ്പം ഓളെ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് വെക്കുക. പിന്നെ രാത്രി ഇടാനുള്ളത്, പിന്നെ എപ്പോഴും പുറത്ത് പോവുകയാണെങ്കിൽ അത് ഇടാനുള്ളത്, അങ്ങനെ അതൊക്കെ നോക്കി കണ്ട് വെച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് മറന്നു പോയാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറാട്ടോ. കാരണം ഓളവിടെ പോയിട്ട് ഇടങ്ങാറാവുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഇടങ്ങാറ് തന്നെയല്ലേ. ഞാൻ മറന്ന കാരണം കൊണ്ട് ഓളവിടെ പോയിട്ട് ഇടങ്ങാറാവരുതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം നോക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാതും പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾ വേഗം ഡ്രസ്സ് ചെയ്ത് വന്നു, ഓക്ക് ഇടാനുള്ള ഡ്രസ്സും പിന്നെ അവിടെ നിന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനൊരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഇതാ ബാഗിലൊക്കെ സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പറയുക, 9 മണിക്കത്തെ ബസ്സിനാണ് പോകുന്നത്. 9 മണിക്ക് ഇറങ്ങണം, 9:15 ബസ്സിനാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഓൾ കുളിച്ചത്. രാത്രി ഇന്നലെ വന്ന് മഞ്ചേരിയിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര ലേറ്റായി. പിന്നെ ഭയങ്കരമായിട്ട് ലേറ്റായിട്ടില്ലെങ്കിൽ വന്നുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണം, ഓൾ ഉറങ്ങിപ്പോയിട്ടോ. ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ ഉറങ്ങിക്കോ, രാവിലെ വെച്ച് നേരത്തെ വിളിക്കണ്ട്, കുളിച്ചിട്ട് രാവിലെ കുളിച്ച് പോയിക്കൊണ്ടിന്ന് പറഞ്ഞപ്പോൾ രാവിലെ കുളിച്ചതുകൊണ്ട് തന്നെ പിന്നെ മുടി കെട്ടി വെക്കാനൊന്നും പറ്റിയില്ല. ഇനി അവിടെ പോയിട്ട് കെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അവൾ പോവാണ്. ഇപ്രാവശ്യം പിന്നെ പോകുമ്പോൾ എല്ലാ ഗുളികയെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കാണിച്ചപ്പം 2 നേരം ഗുളിക ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു 2-3 ഗുളിക, വൈകുന്നേരം ഉണ്ടായിരുന്നു 2-3 ഗുളിക. ഇപ്പോൾ എന്തായാലും അതൊന്നുമില്ല, ഒറ്റ ഗുളികയുള്ളൂ, അത് രാവിലെ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കാൽഷ്യത്തിൻ്റെ ഗുളിക മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓളോട് ഇങ്ങനെ വിളിച്ച് ഗുളിക കുടിച്ചിട്ടോ എന്ന് പറയണ്ട, ഓൾ എന്നെ എന്താ പറയുക എടുത്ത് കുടിച്ചോളൂ, ഒറ്റ ഗുളികയല്ലേ ഉള്ളൂ, രാവിലെ മാത്രമല്ലേ ഉള്ളൂ, ഒരു സമാധാനമുണ്ട്. അങ്ങനെ അവൾ പോയി. അവളെ പോയതുകൊണ്ട് തന്നെ അവൾ ഈ സോഫയിലാണ് കിടന്നിട്ടുണ്ടായിരുന്നു. അവളെ പുതപ്പും കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ടോ. കിച്ചണിൽ പോയപ്പോൾ ഇതുമ്മ മദ്രസിട്ട് വന്നു. അപ്പോഴാണ് നീന് പോയോ, കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ബസ് കയറി എന്ന് പറഞ്ഞ് നീന് വിളിച്ചു. ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു. ചായക്ക് ഇങ്ങനെ കൊതിയാവട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പണികളുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ആരാന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഇന്ന് ഇപ്പോൾ തുത്തു മക്കൾ വന്നിട്ടുണ്ട്. ഇന്ന് ചെറിയ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. ഇന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഡ്രസ്സൊക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചു. അങ്ങനെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 12-12:30 ആയപ്പോഴാട്ടോ തുത്തു വന്ന്. അപ്പം എന്താ പറയുക, വന്നിട്ട് മക്കൾ പൈസ ചോദിക്കാട്ടോ. ആര്യന് എന്നെ കാര്യമായിട്ട് ചോക്ലേറ്റ് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അവിടെ കടയിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ പിന്നെ മെയിൻ കാര്യം അതാണ്, പൈസ കൊണ്ടുവച്ച് എനിക്ക് പിന്നെ മുട്ടായി വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആര്യന് പിന്നാലെ നടക്കട്ടെ. അപ്പോൾ ഞാൻ വേഗം പൈസ കൊടുത്തപ്പോൾ നമ്മൾ പോവല്ലേ, പോണ വയ്ക്കുന്നത് വാങ്ങാമെന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാനും തുത്തുവിൻ്റെ കൂടെ മഞ്ചേരി പോവാണ് കേട്ടോ. പെട്ടെന്നുണ്ടായ പ്ലാനാണ്. അപ്പോൾ തുത്തും ശനി ഞായറല്ലേ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് ഞാൻ മഞ്ചേരിക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നീനുവിനെ ഡോക്ടറെ ആട്ടാൻ വെള്ളിയാഴ്ച വന്നു. ശനിയാഴ്ച നീനു ഡ്യൂട്ടിക്ക് പോയിട്ട് ശനിയാഴ്ച തന്നെ ഞാൻ വീണ്ടും മഞ്ചേരിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തുത്തു പറഞ്ഞു ശനി ഞായറും ജസ്റ്റ് ഒന്ന് വന്ന് പോകാനാണ് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പോരും എൻ്റെ ഒപ്പം, ഞാൻ ഇതിലൂടെ വരാം, എന്നെ എടുത്ത് പോവാം, പിന്നെ വരുമ്പോൾ ഞാൻ അന്നെയും കൊണ്ട് അവിടെ തന്നെ ആക്കിയിട്ട് പോവാം, ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒരുമിച്ച് പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ മഞ്ചേരിക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും താല്പര്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഒരുവിധ പണികളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ക്ലീനിങ് കാര്യങ്ങൾ നമ്മളിപ്പം ഞാൻ പോയതുകൊണ്ട് എന്തായാലും കുറച്ച് അലമ്പായിട്ടൊക്കെ കിടക്കണം, അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റേതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്തൊക്കെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ. ഞാൻ രാവിലെ ഉണ്ടാക്കിയ ദോശ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുകയാണ്.
അപ്പോൾ എനിക്ക് മമതയിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് കുറേ ദിവസമായി. അപ്പോൾ കുറേ ആയി പുറത്തുനിന്ന് ഫുഡ് ഞാനും കഴിച്ചിട്ട് മമതയിൽ നിന്നൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് മമതയിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞതാ വീട്ടിൽ നിന്ന്. അപ്പോൾ തന്നെ ഒരു മക്കൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങി വരുന്ന ടൈം മാത്രമേ അവിടെ നിന്നുള്ളൂ. പിന്നെ തുത്തു വന്ന പാടനെ അവൾ മക്കളെ റെയിനുവിൻ്റെ ആര്യൻ്റെ യൂണിഫോം ഒരു പാൻറ്റ് കുറച്ച് ലെങ്ത്ത് അധികം കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് തയ്ച്ച് സെറ്റാക്കി കൊടുത്തു. ആ ഒരു ടൈമേ അവൾ വീട്ടിൽ നിന്നുള്ളൂ. പിന്നെ ഞങ്ങളിതാ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് മമതേക്കാണ് കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ റെയിനും ആര്യനും ആ ഒരു കടയിൽ നിന്ന് അങ്ങോട്ട് പോലോ. കാരണം അവർക്ക് കോഴിക്കോട് സിറ്റി ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള ചെറിയ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പോയി സ്വന്തം ഒറ്റയ്ക്ക് പോയി വാങ്ങാമെന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അവിടെ നടക്കാത്തതുകൊണ്ട് തന്നെ ഓല് ഇവിടുന്ന് പുറത്ത് പോയി ചോക്ലേറ്റൊക്കെ വാങ്ങുമ്പോൾ ഓൽക്ക് എന്തോ ഓല് വലിയ ആളായി എന്നുള്ള ഒരു ഫീലാണല്ലോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ പൈസ കൊടുത്തോലെ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി മമതയിലെത്തി. അവൾ വളവാണ് കഴിഞ്ഞാൽ തന്നെ മമതയിലെത്തും. അപ്പോൾ ഒക്കെ അറിയില്ല, തുത്തുവിനെ അറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. ഈ ഭാഗത്താണ്, ഈ സൈഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഓക്ക് പാർക്കിങ് ഭയങ്കര ഇങ്ങനെ പോകുന്ന വഴിക്കലൊക്കെ വണ്ടി നിർത്തുക, പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുറേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഓക്ക് അതൊക്കെ നല്ലോണം അറിയാം. കാരണം ഓൾ കുറേ ആയി ഡ്രൈവ് ചെയ്യുന്നത്. റെയിനും ആര്യനൊക്കെ കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്താണ് ഓൾ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്തതും പഠിച്ചതും കാര്യങ്ങളൊക്കെ ഓക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഓക്ക് എന്തോ ഓക്ക് തോന്നുകയാണ് കഴിയൂല അത് ഇടയിലൊക്കെ ഈ പോകുന്ന വെഹിക്കിൾ നിർത്തുക എന്നൊക്കെ പറയുന്നത് ഓക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ കേട്ടോ. ഓക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പം എന്തായാലും നമുക്ക് മമതയിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം. എനിക്കൊരു വാശി ചെയ്യുന്ന അവിടുന്ന് കഴിക്കാൻ തുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ മമതയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ വേറൊരു മണം കാര്യങ്ങളൊക്കെ വരട്ടെ. ഓരോരുത്തർക്കും ഓരോ സ്ഥലം ഭയങ്കര ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് കംഫർട്ടായിട്ടുള്ള സ്ഥലമാകുമല്ലോ. എനിക്ക് ഇവിടുത്തെ ഫുഡാണ് ഏറ്റവും അങ്ങനെ ടേസ്റ്റി ആയിട്ട് തോന്നാറ് കേട്ടോ. പിന്നെ ഞങ്ങൾ മഞ്ചേരി ഫർസയത്തെ ഫുഡും ആദ്യമൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം അങ്ങനെ ഇപ്പം എന്തൊക്കെയോ അവിടുത്തെ ഫുഡിനും ഒരു ടേസ്റ്റ് കുറഞ്ഞ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരെ മുകൾക്ക് തന്നെ പോയിട്ടുണ്ട്. പിന്നെ നല്ലൊരു സ്ഥലം കണ്ടെത്തണം. അപ്പോൾ എനിക്കിഷ്ടം എന്താ വെച്ചാൽ ആ ഒരു പുറത്തേക്കുള്ള കാണുന്ന രീതിയിൽ ഇരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ആ ഭാഗമൊക്കെ എല്ലാവരും വന്ന് ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും സ്ഥലം പിടിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു സൈഡിൽ സീറ്റ് കിട്ടിയില്ല കേട്ടോ. പിന്നെ എന്തായാലും ഇവിടെ കിട്ടിയ എല്ലാവർക്കും ഞങ്ങൾ 5 ആൾക്കും ഇരിക്കാൻ പറ്റിയൊരു ഭാഗം കിട്ടി. അവിടെ വന്നിരുന്നു. വേഗം ഫുഡ് എന്താണെന്നൊക്കെ വന്ന് ഓർഡറൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെയിനുട്ടനും ഇതുമൂന്നും ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു. ചിക്കൻ ഫ്രൈഡ് റൈസും ആര്യന് എന്താ വെച്ചാൽ ആര്യന് ബിരിയാണി മതിയാണ് കേട്ടോ. അപ്പം ആര്യനും തുത്തും കൂടെ ബിരിയാണി വാങ്ങി. ഞാൻ വാങ്ങിയത് ഓർഡർ ചെയ്തിട്ടുള്ളത് ഹണി അൽഫാമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നീനുവിൻ്റെ ബർത്ത്ഡേ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അന്ന് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചതായിരുന്നു കേട്ടോ ഈ ഒരു ഹണി പിന്നെ അൽഫാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഇതുവരെ അതൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ തുത്തുനോട് പറഞ്ഞു എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് കേട്ടോ. അങ്ങനെ എനിക്ക് അൽഫാമും പിന്നെ വാങ്ങി. മക്കൾക്ക് ഇതുമൂനും റെയിനുട്ടനും വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്. അതിലേക്ക് ചില്ലിയല്ല ചിക്കൻ 65 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആര്യനും തുത്തും ബിരിയാണി സെർവ് ചെയ്യുന്നുണ്ട്. ഒരു പകുതി ആക്കിയിട്ട് ബിരിയാണി റൈസ് കഴിച്ച് അതിലേക്ക് ഈ ഒരു ചിക്കൻ 65 തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ സോസ് ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ സെറ്റാക്കി കൊടുത്തുട്ടോ. ഇതും ഇട്ട ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, എഡിറ്റ് ചെയ്തിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല. തയ്ച്ച് വന്നപ്പോൾ ഒക്കെ അത് ഇടണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിട്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഏതായാലും നമ്മുടെ ചാനലിൽ അതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെയും നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചതും എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിതാ അൽഫാമാണ് കഴിക്കുന്നത്. അപ്പോൾ തുത്തുന് ഇതെന്തപ്പോൾ തേനും അൽഫാമും എന്ത് ബന്ധമുള്ളത്, എന്താ അങ്ങനെ അത്രയും ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ അവൾക്ക് കഴിച്ച് കൊടുത്തപ്പം വായിൽ വെച്ച് കൊടുത്തപ്പോൾ ഓക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ അവൾ ബിരിയാണിയും പിന്നെ ആ ചില്ലി
അല്ല ചിക്കൻ 65 ഒക്കെയാണ് തുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞങ്ങളോരോ ലൈം ഓർഡർ ചെയ്തു. ഞാൻ ലൈം കഴിച്ചില്ല, ഞാൻ നല്ലൊരു പൊടിച്ചായയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് നിർബന്ധമാണല്ലോ. അതും വാങ്ങി അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അതൊക്കെ കാലിയാക്കി ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ വീണ്ടും കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ ഒരു ഹോട്ടലിൻ്റെ കുറച്ച് ആ സൈഡിലായിട്ട് കേട്ടോ കാർ പാർക്കിങ്. ആദ്യമൊന്നും ഇവിടെ കാർ പാർക്കിങ്ങിന് അങ്ങനെ അത്രയധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ഥലമൊക്കെ വാങ്ങി പാർക്ക് ചെയ്യാനായിട്ട് ഒക്കെ സെറ്റാക്കിയതാട്ടോ മമ്മത് എൻ്റെ ആൾക്കാരെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ഉമ്മാക്കും ഇപ്പാക്കും നുജൂമിനും നാനക്കൊക്കെ കല്യാണം ഉണ്ട് കേട്ടോ. നാനൻ്റെ സിസ്റ്റർ പറയുമ്പോൾ സിസ്റ്ററല്ല കസിൻ്റെ, അതായത് നാനൻ്റെ പിന്നെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടി അങ്ങോട്ട് പോയതാട്ടോ. അമ്മ ഇപ്പൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് നോക്കിയപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ബ്ലോക്കൊക്കെ ആയിരുന്നു, നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു. അതൊക്കെ മറികടന്നത് ഞങ്ങളൊരു 3-3:30 ആയി ഒരു വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. ഞങ്ങൾ 1 മണി 1:30ക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമൊക്കെ വൈകിട്ടാണ് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഉമ്മൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. മുഖം കണ്ടാലും നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് തട്ടിയിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഒക്കെ പറഞ്ഞ സന്തോഷത്തിൽ ഇങ്ങനെ വരികയാണ്. ഞങ്ങൾ വന്ന് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ വീട്ടിലെത്തി ഇവിടെ വന്നാൽ ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. എന്താണ് പിന്നെ കസവ് കേന്ദ്രി പോവുക, കുറച്ച് ക്ലോത്ത് വാങ്ങുക. അത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ. അപ്പം ഏതായാലും വന്നതല്ലേ ഒന്ന് പോയി നോക്കിയാലോ താത്താന്ന് ചോദിച്ചു. ഏതെങ്കിലും പുതിയ ഐറ്റംസൊക്കെ പുതിയ ക്ലോത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ നമ്മളൊന്ന് ജസ്റ്റ് കറങ്ങി പോന്നാലോ. പിന്നെ സൺഡേ ഞങ്ങൾ നാളെ പിന്നെ വീട്ടിൽ തന്നെ മടങ്ങണമല്ലോ. അപ്പോൾ മടങ്ങുന്ന ആ ഒരു തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നാളെ പോകണ്ട, നമുക്ക് ഇന്നലെ ജസ്റ്റ് ഒന്ന് പോയിച്ച് വന്നാലോ എന്നുള്ള ചോദ്യമൊക്കെ വന്നപ്പോൾ നിജു പറഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്യുക. നിലുട്ടിനും കയറിയിട്ടുണ്ട് കേട്ടോ, മുന്നിൽ കയറി ഇരുന്നിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഒന്ന് വന്നതല്ലേ മഞ്ചേരി. ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് കൂടുമ്പോൾ ഇടയ്ക്ക് ഇവിടെ പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അല്ല ഒന്നാമെന്താ വെച്ചാൽ എല്ലാം നമ്മൾ വിചാരിച്ച മോഡലുള്ള എല്ലാ ക്ലോത്തുകളും ഇവിടെ കിട്ടും. അതും നമ്മുടെ ഒരു റേറ്റിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലക്ക് അടിപൊളിയായിട്ടുള്ള എല്ലാ ക്ലോത്തുകളും ഇവിടുന്ന് കിട്ടും. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഓൾക്ക് ഇഷ്ടമുള്ള ക്ലോത്തുകൾ വാങ്ങും. ഞാനതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഓരോന്നോരോന്ന് സ്റ്റിച്ച് ചെയ്ത് ഓൾക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം, വെള്ളം കുടിക്കാനായിട്ടോ, കാര്യമായിട്ട് വെള്ളം കുടിക്കാനായിരുന്നു അപ്പോൾ ചായ കുടിച്ചാലോ വെള്ളം എന്തെങ്കിലും ജ്യൂസ് കുടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അവിടുന്ന് ബില്ല് മുഴുവൻ സാധനം വാങ്ങി കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യമൊക്കെ കസവ് കേന്ദ്രൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു ടീ ഷോപ്പ്, ഒരു ചായയും കോഫിയും ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഷോപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടോ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നില്ലേ, അവിടെ തന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അപ്പോൾ പറഞ്ഞു ഇല്ല, കൊറോണൻ്റെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാട്ടോ. അങ്ങനെ അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഓള് ഒരു ചിക്കു ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. ചെറുതായിട്ട് ഞങ്ങളൊക്കെ ഒന്ന് ഡയറ്റ് ഒന്ന് ഞാൻ അങ്ങനെ പൊട്ടിച്ചിട്ടൊന്നുമില്ല, റൈസും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഞാനൊരു കോഫിയാണ് കുടിച്ചത്, ഓളൊരു ജ്യൂസ് കുടിച്ചു. ഓളായിരുന്നു ഏതായാലും ഇൻ്റെത് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇന്നും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നാളെ മുതൽ സ്ട്രിക്റ്റാക്കി തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ചായ എന്തൊക്കെ അവിടെ ചായ ഇല്ല കേട്ടോ, ചായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ വീണ്ടും ഷോപ്പിംഗ് കുറച്ചും കൂടി വാങ്ങാനുണ്ടായിരുന്നു. കോട്ടൻ്റെ കുറച്ച് ക്ലോത്തും കൂടി വാങ്ങിയിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ സമയം 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇമ്മ അപ്പോഴേക്കും ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ച് ഒരുപാട് പേര് അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നേ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നപ്പോഴേക്കും ലേറ്റായി. അപ്പം ഉമ്മ വേഗം മക്കൾക്കൊക്കെ വിശക്കൂലേ, അപ്പോൾ ഉമ്മ വേഗം ബിരിയാണി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ ബിരിയാണീൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ, പക്ഷേ പറ്റിയില്ല, മക്കൾക്ക് വിശക്കൂലോ എന്ന് കരുതി ഉമ്മ വേഗം ബിരിയാണിയൊക്കെ വെച്ചു. അങ്ങനെ ബിരിയാണി ദമ്പ് പൊളിക്കുന്ന ആ ഒരു
കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു സമയത്ത് ഉമ്മ ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ ദമ്മ് പൊളിക്കുന്ന സമയത്ത് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. തുത്തൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഓള് ബിരിയാണി ദമ്മ് പൊളിക്കുമ്പോൾ തന്നെ ഒരു സ്പൂണായിട്ടാണ് ഓള് വരിക. ആ സ്പൂണിൽ നിന്ന് ഇങ്ങനെ അതിൽ നിന്ന് കോരി ഇതിൽ നിന്ന് കോരി ഉപ്പുണ്ടോ നോക്കി മുളകുണ്ടോ നോക്കി ഇങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് ദമ്മ് പൊളിച്ച് ഞാനും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് റൈസ് എടുത്തു, ഇച്ചിരി റൈസും കൂടുതൽ മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൊണ്ട് റൂമിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പം നീലുട്ടന് ഞങ്ങളെങ്ങനെ പാളിയൊക്കെ ഉണ്ട്, അപ്പോൾ വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാണ്. അങ്ങനെ തുത്തും കഴിക്കുന്നുണ്ട്. തുത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഓൾ കുറച്ച് റൈസും മസാല എടുത്തു. ഞാനിപ്പോൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഉമ്മാൻ്റെ ഈ ഒരു ബിരിയാണി കുറച്ച് റൈസും ഇതും എടുത്തിട്ട് ഇതും കഴിച്ച് ഞാൻ ഇന്നത്തെ എൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ഒന്നും കഴിച്ച് ആ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം എന്താ വെച്ചാൽ തുത്ത് വരുമല്ലോ, വരുമ്പോൾ അവളെ കൂടെ എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് പോയി ഞങ്ങൾ കുറേ ദിവസമായി അങ്ങനെ ഞങ്ങൾ രണ്ടാളും മാത്രം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മുട്ട കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് ആ ഒരു അൽഫാം കഴിച്ചു. അതിന് ശേഷം ഒരു കോഫി കുടിച്ചു. പിന്നെ ഉമ്മാൻ്റെ ബിരിയാണി. ഇതാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത്. എനിക്ക് വലിയ രീതിയിൽ ഡയറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്തായാലും വെയിറ്റൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഫിലിം ഉണ്ട്, നരിവേട്ട എന്നുള്ള ഫിലിം ഓൺലൈൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ മക്കൾ എന്താ വെച്ചാൽ സിനിമ കാണാൻ സമ്മതിക്കണില്ല കേട്ടോ. കാരണം നമ്മൾ കള്ളനും പോലീസും കളിക്കുക കുറേ ദിവസമായില്ലേ നമ്മൾ കളിച്ചിട്ട്, എല്ലാവരും കൂടി ഇരുന്ന് കള്ളനും പോലീസും കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സിനിമ ഞങ്ങൾ ഓഫ് ചെയ്ത് കുറച്ച് നേരം കണ്ടിരുന്നു നരിവേട്ട. അപ്പോൾ പിന്നെ മക്കളപ്പോൾ കളിക്കുക, അതാണല്ലോ ഒന്നുകൂടി എൻ്റർടൈൻമെൻറ്റ് അതല്ലേ, മക്കൾക്കും എല്ലാവരും ഒരുമിച്ച് കളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും പിന്നെ സിനിമ തൽക്കാലം അങ്ങോട്ട് ഓഫാക്കിയിട്ട് കള്ളനും പോലീസും കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് എന്താ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഗെയിം കളിച്ചു. അതിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇതുമ്മു ആര്യനും കൂടി ഷെയർ ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് രണ്ടാളും കൂടി അത് കിട്ടി ഒരേ മാർക്കാണ് ഉണ്ടാക്കും. പിന്നെ സെക്കൻഡ് ആർക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല, ഓർമ്മയില്ല. അങ്ങനെ എല്ലാവരും ആ ഒരു കള്ളൻ പോലീസ് കളി കളിച്ചു. നല്ല ഞങ്ങളും കൂടി ചെറിയ ആ ഒരു പ്രായത്തേക്കൊക്കെ പോയി അടിപൊളിയായിട്ട് നല്ല സന്തോഷമായിട്ടുള്ളൊരു ഒരു ദിവസം തന്നെയായിരുന്നു. നമ്മൾ വീട്ടിൽ കൂടുകയെന്ന് പറയുമ്പം എപ്പോഴും ഈ ഒരു സന്തോഷമാണ്, എപ്പോഴും ഒരു സംഭവം, ഒരു എന്താ പറയുക. അപ്പോൾ കാരണം എല്ലാവരും ഒരേ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് നുജൂമിൻ്റെ വൈഫും നമ്മളെ ഇതിക്ക് ഓളെ കല്യാണം നുജൂമിൻ്റെ കല്യാണം ഉണ്ടാക്കുമ്പോഴേ ഞങ്ങളെ മനസ്സിൽ പ്ലാൻ ഞങ്ങളെ ഈ ഒരു കൂതറ വൈബിലേക്ക് സെറ്റ് ആവുന്ന ഒരു ആളായാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഓളും അതുപോലെ തന്നെ ഞങ്ങളെ ഈ കളിക്കൊക്കെ ഒരു യോജിക്കുന്ന ഒരാളാണ് നുജൂമിൻ്റെ വൈഫ്. അപ്പോൾ ഓളും ഉണ്ടായിരുന്നു. അങ്ങനെ ഗെയിമൊക്കെ കളിച്ചു നല്ല രീതിയിൽ അതൊക്കെ അവസാനിപ്പിച്ചു. ഫസ്റ്റും സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഒരു 12 മണിയോട് കൂടി എല്ലാവരും കിടക്കാനുള്ള ഒരുക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓല് പിന്നെ മക്കളെന്ത് ചെയ്തു വേഗം പിന്നെ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി TV ഓൺ ചെയ്തിട്ടുണ്ട്. തുത്ത് വേഗം ഓടിപ്പോയിട്ടുണ്ട് കിടക്കാൻ. നുജൂമ് ഞാനിതാ കിടക്കാൻ പോലെ ബെഡ്റൂം മുകളിലാണ്. അപ്പോൾ ഓല് മോൾക്കും പോവാണ്, ഉമ്മാക്കും ഉമ്മയൊക്കെ കൊടുത്ത് നീലു ഉറങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങളിതാ ഉറങ്ങാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നാളെ ഇന്നിവിടെ നിന്ന് നാളെയാണ് ഞങ്ങൾ മടങ്ങുക. അപ്പോൾ നാളത്തെ കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങട്ടെ കേട്ടോ. തുത്തു ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബൈ ബൈ.